കേസിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായാ ഞാൻ ഉടനെ അറിയിക്കാം. അയ്യോ സാർ, ഞാൻ കേസിന്റെ കാര്യം ചോദിക്കാൻ വിളിച്ചതല്ല. എനിക്ക് സാറിനെ അത്യാവശ്യം എന്ന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാൻ എവിടെ വരണം? നീ ഇപ്പൊ എവിടെയുള്ള? ഞാനിതാ കിങ്സ് പാലസിലുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. ശരി എന്നാൽ. ശരി. ആ ഹലോ സാർ. ആ ഹലോ. എന്തൊക്കെയുണ്ട്? ഞാനൊരു ചെറിയ സഹായം ചോദിക്കാനാ സാറിനെ കാണണമെന്ന് പറഞ്ഞത്. സാറ് നോന്ന് പറയരുത്. എന്താ കാര്യം? അടുത്ത ആഴ്ച ഞങ്ങളുടെ കോളേജ് ഡേ ആണ്. അതിൻ്റെ ഇനോഗ്രേഷന് സാറിനെ കൊണ്ടുവരാമെന്ന് ഞാൻ കൂട്ടുകാർക്കൊക്കെ വാക്ക് കൊടുത്തിരിക്കുക. പ്ലീസ് ഒന്ന് വരണം, എൻ്റെ മാനം കെടുത്തരുത്. ഈ കോളേജ് ഫംഗ്ഷനൊക്കെ വല്ല സിനിമാക്കാരും വിളിച്ചാൽ പോരെ, ഞാൻ വരണോ? വേണം. നോക്കൂ സാർ, ഇന്ന് കേരളത്തിൽ ഏതൊരു സിനിമാക്കാരനേക്കാളും ഇമേജ് സാറിനുണ്ട്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ എത്രയോ കൊലപാതക കേസുകൾ തെളിയിച്ചു. വാഹനങ്ങളുടെ സ്പീഡ് നിയന്ത്രിക്കുന്നതിലും മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് വലിച്ചെറിയുന്നതിനെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലേ? എല്ലാം സത്യമാണ്. എങ്കിലൊരു കോളേജ് ഡേ എന്നൊക്കെ പറയുമ്പോൾ പ്ലീസ് സാർ, പ്ലീസ്. ശരി, ഏറ്റു. പിന്നെ ശ്രുതി ദേവി തന്നെ സാറേ എന്നൊന്നും വിളിക്കരുത്. അതല്ലാത്ത എന്തും നീ വിളിച്ചോ. ശരി, എങ്കിൽ ചേട്ടാന്ന് വിളിക്കാം. എന്താ നിന്റെ ഇഷ്ടം. ചേട്ടൻ ഈ പാർക്കിൽ വരാറുണ്ടോ? എവിടെ, എനിക്ക് വർക്ക് സെൻസ് അല്പം കൂടുതലായതുകൊണ്ട് ജോലി അല്ലാത്ത ഒന്നിലും ഞാൻ ശ്രദ്ധിക്കാറില്ല. അത് മാത്രം പോരാ, ഇടയ്ക്കൊരു റിലാക്സിങ്ങും ജോളിയൊക്കെ വേണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് എന്ത് ജോലി? ഇനി മുതൽ ചേട്ടന് കമ്പനിയും ജോളിയും ഒക്കെ ഞാൻ കൂടെ ഉണ്ടാവും. ചേട്ടൻ എന്നെ ഇഷ്ടമല്ലേ? താമരത്തണ്ടുകൾ ചിന്നിമിന്നി വാനിൽ കൊള്ളിമീനും ചിന്നിമിന്നി വാനിൽ കൊള്ളിമീനും വാസന്ത സന്ധ്യയിൽ നീ വന്നു മനോരമാകുന്ന താമരത്തണ്ടുകൾ ചിന്നിമിന്നി വാനിൽ കൊള്ളിമീനും ചിന്നിമിന്നി വാനിൽ കൊള്ളിമീനും. ബല്ലെ 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 അത്രമേൽ പ്രാണനെ പ്രാണനായി നിന്നു നീ യാത്ര ചൊല്ലാതെ പോയിടല്ലേ, നീ യാത്ര ചൊല്ലാതെ പോയിടല്ലേ. വാസന്ത സന്ധ്യയിൽ നീ വന്നു ആലോലമാകുന്ന താമരത്തണ്ടുകൾ ചിന്നി മിന്നി വാനിൽ കൊള്ളിമീനും ചിന്നി മിന്നി വാനിൽ കൊള്ളിമീനും. മറക്കുമോ നീ വെടിയുമോ പ്രേമരാജ്യത്തിൻ ഭാഷകൾ? ഭൂമുഖത്തിനൊരു ചന്ദന പൊട്ടിട്ടു നാവിന്നോ ഇന്നു നാണമായി, ഭൂമുഖത്തിനൊരു ചന്ദന പൊട്ടിട്ടു നാവിന്നോ ഇന്നു നാണമായി. വാസന്ത സന്ധ്യയിൽ നീ വന്നു ആലോലമാകുന്ന താമരത്തണ്ടുകൾ ചിന്നി മിന്നി വാനിൽ കൊള്ളിമീനും ചിന്നി മിന്നി വാനിൽ കൊള്ളിമീനും. വാസന്ത സന്ധ്യയിൽ നീ വന്നു ആലോലമാകുന്ന താമരത്തണ്ടുകൾ ചിന്നി മിന്നി വാനിൽ കൊള്ളിമീനും ചിന്നി മിന്നി വാനിൽ കൊള്ളിമീനും. ഞാൻ ഈ കേസ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ആ സന്ദീപ് തന്നെയാണ് ഇതിന്റെ പിന്നെ. വിദേശത്ത് ജോലി ശരിയാക്കി കൊടുക്കാന്ന് വാഗ്ദാനം ചെയ്ത് സ്ത്രീകളെ മുംബൈ കൊണ്ടുപോയി വിൽക്കുന്നു. വേറെയും സ്ത്രീകൾ ഇതുപോലെ ഇരയായിട്ടുണ്ടോ? ഇഷ്ടം മാതിരി. പലരും പുറത്തു പറയുന്നില്ല, ചിലരെല്ലാം നിശബ്ദമായിട്ട് സഹിക്കുന്നു. സാർ, അവൾക്ക് ഈ ഗതി വരുത്തിയവനെ വെറുതെ വിടരുത്. ജാമ്യമില്ലാത്ത വാറന്റിൽ അവനെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് നടന്നില്ലെങ്കിൽ നടു റോട്ടിലിട്ട് ഞാൻ അവനെ വെടിവെച്ചു കൊല്ലും. ഇയാളെ കാണുന്നില്ലല്ലോ. ചോദ്യം ചോദിച്ച് ചിരഞ്ജീവി ഒന്ന് അലക്കണം. ആ എത്തിയല്ലോ. എക്സ്ക്യൂസ് മീ സർ, സാറിനെ മനസ്സിലായില്ലേ? ഇല്ല. ആ സാറിനത് മനസ്സിലായില്ല? അങ്ങനെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കി നീ ഐശ്വര്യ റോയ് ഒന്നല്ലോ. നിങ്ങളാരാ?
എന്താ പ്രശ്നം? സർ, എൻ്റെ പേര് ശോഭന. ഞാനൊരു ഫേമസ് ആയ ജേർണലിസ്റ്റ് ആണ്. സാറ് കേട്ടിരിക്കും. നമ്മുടെ ദേവരാജൻ മന്ത്രിയും MLAയുമായുള്ള പ്രണയകഥയും മലയാള സിനിമയിലെ ന്യൂ ജനറേഷൻ ഹീറോ ബിജുവിന്റെ തമിഴ്നാടിയുമായുള്ള പ്രണയവും റിപ്പോർട്ട് ചെയ്തത് ഞാനാണ്. അതെല്ലാം കേരളത്തിൽ വൻ സക്സസ് ആയിരുന്നു. ഈ കേരളത്തിൽ ഏത് രാഷ്ട്രീയക്കാരനും ഏത് സിനിമാക്കാരനും ആര് പ്രണയിച്ചാലും ആര് ഡൈവോഴ്സ് ചെയ്താലും ആദ്യം തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഞാനാണ്. ഞാൻ വളരെ ഫാസ്റ്റ് ആണ്. വലിയ കാര്യപ്പിൽ ഇതുപോലുള്ള ഗോസിപ്പ്, കുമിള പോലുള്ള വാർത്തകൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? പ്രണയവും ഡൈവേഴ്സും ഒക്കെ സിനിമാക്കാരും രാഷ്ട്രീയക്കാരും മാത്രമല്ല, ഇവിടുത്തെ സാധാരണക്കാരും ചെയ്യുന്നുണ്ടല്ലോ. ബട്ട് സർ, അതിൽ ആർക്കും താല്പര്യമില്ല. ഇവിടെ 3 നേരം ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത എത്ര ആളുകളുണ്ട്. അവരെ കുറിച്ചൊന്നും എഴുതാൻ ആരുമില്ല. ഇപ്പൊ തന്നെ അട്ടപ്പാടി ഏരിയയിലൊക്കെ പ്രസവിച്ചുടനെ എത്രയോ കുട്ടികൾ മരിക്കുന്നു. ഇവിടെ SC/ST ഫണ്ട്, ആദിവാസി ഫണ്ട്, സുനാമി പ്രൊട്ടക്ഷൻ ഫണ്ട് ഇതെല്ലാം വകമാറ്റി ചെലവാക്കുന്നു. ഇതെല്ലാം കാണാനും റിപ്പോർട്ട് ചെയ്യാനും ഒരു പൂച്ചയില്ല. ഇതെല്ലാം കാണുവാൻ തുറന്നു പിടിച്ച കണ്ണുകൾ വേണം. ഇതെല്ലാം കേൾക്കുവാൻ അപ്പികൾ നിറയാത്ത ചെവികൾ വേണം. ഇതെല്ലാം മനസ്സിലാക്കാൻ വിശാലമായ ഹൃദയം വേണം. 8-10 ടേക്ക് എടുത്ത് ആരോ കഷ്ടപ്പെട്ട് എഴുതിയ ഡയലോഗ് പറയുന്ന നടന്മാർക്ക് വേണ്ടിയുള്ള ഫാൻസ് അസോസിയേഷൻ ഉണ്ടാകുന്നു. അത് വലിയ വാർത്തയാകുന്നു. കയ്യും കാലും തുടയും കാണിച്ചെടുക്കുന്ന പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു. അത് വലിയ വാർത്തയാകുന്നു. അഴിമതി നടത്തുന്ന മന്ത്രിമാർക്ക് വേണ്ടി നിങ്ങൾ പുതിയ പുതിയ കഥകൾ ചമയ്ക്കുന്നു. ഇതെല്ലാം ചെയ്യാൻ നിന്നെ പോലത്തെ ശോഭനമാർ ക്യൂ നിൽക്കുകയാണ്. സാർ, അങ്ങനെ പറയരുത്. ഇവിടുത്തെ വായനക്കാരായാലും ഇവിടുത്തെ TV പ്രേക്ഷകരായാലും അവർ അറിയാൻ ആഗ്രഹിക്കുന്നതാണ് ഞങ്ങൾ നൽകുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ത് വേണം എന്ത് വേണ്ട തീരുമാനിക്കുന്നത് നിങ്ങളാണോ? ഇവിടെ എത്ര ക്രിമിനലുകളുമായി നിങ്ങൾ ഇന്റർവ്യൂ നടത്തുന്നു. അവരിൽ നിന്ന് പണം വാങ്ങി നിങ്ങളുടെ സ്റ്റുഡിയോ ഫ്ലോറും പ്രൈം ടൈമും എല്ലാം അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. അവരെ സാറേ സാറേ എന്ന് വിളിച്ച് നിങ്ങൾ ഓവർ റെസ്പെക്ട് ചെയ്യുന്നു. മറിച്ച് ഇവിടെ മാന്യന്മാരായ ആളുകളുമായി ഇന്റർവ്യൂ നടത്തുമ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നു, കളിയാക്കൽ മ്യൂസിക് ഇടുന്നു. കാരണം അവരിൽ നിന്ന് പണം കിട്ടാത്തതുകൊണ്ട്. നിങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പരിപാടികളും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഇന്റർവ്യൂകളും അല്ലേ നടത്തേണ്ടത്? അതെല്ലാം ചെയ്യുന്നതിന് പകരം പണമുള്ളവരെ നോക്കി മാത്രം ചെയ്ത് ശരിയാണോ? നിങ്ങൾ വെറും കൂലി എഴുത്തുകാരായി മാറരുത്. നോ, ഞാൻ ആരിൽ നിന്നും കൈക്കൂലി വാങ്ങാറില്ല. കൈക്കൂലി കിട്ടുവാനായി ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യുമില്ല. നീ കൈക്കൂലി വാങ്ങിച്ചു ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി, ഇവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടി നിങ്ങളുടെ തൂലികയും നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ക്യാമറ കണ്ണും ചലിക്കണം. അതൊക്കെ വായിക്കാനും മനസ്സിലാക്കാനും ഇവിടുത്തെ ആളുകൾക്ക് താല്പര്യമുണ്ട്. അതെന്ന് നിങ്ങൾ ചെയ്യുന്നുവോ അത് നിങ്ങൾ ഫേമസ് ആയ ജേർണലിസ്റ്റ് അല്ല, ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നല്ല ജേർണലിസ്റ്റ് ആവും. അതെ, എന്തിനാണ് കാണാൻ വന്നേ? നെഞ്ചുലയ്ക്കും പഞ്ചമിക്കും വാദ്യമേളം വേണം. ശുദ്ധി തങ്ങും പ്രത്യേകത്തിൽ മുളങ്കാടും. കവിത എന്ന് പറയുമ്പോൾ സ്പോണ്ടേനിയസ് ആൽഫ ഓഫ് ദ പവർഫുൾ ഫീലിംഗ്സ്, അതാണ് കവിത എന്ന് ഞാൻ പറയും. അതായത് മലയാളത്തിൽ എന്ന് പറയാം ശക്തമായ വികാരത്തിന്റെ സ്വാഭാവികമായ കുത്തൊഴുക്കിനെ കവിത എന്ന് പറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അതിന് ശക്തമായ ഒരു വികാരപരമായി നമ്മൾ അതിനെടുക്കുമ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ നമുക്കൊന്ന് കൺവേ ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്നതാണ് കവിത എന്നാണ്. അപ്പൊ ഏഷ്യാനെറ്റിന്റെ പൊക്കം ഞാൻ എവിടെ പോയാലും പെണ്ണുങ്ങളുടെ ഏതെങ്കിലും പെണ്ണിനെ വിളിച്ചിരുന്നു, ഇതാ ഈ പെണ്ണിന്റെ പേര് ഇതാ കവിത അല്ല, എനിക്കിപ്പോ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാം. ഓക്കെ, അപ്പൊ അന്ന് അങ്ങനെ പറഞ്ഞു. ഞാൻ എങ്ങനെ അത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു. ആ സമയത്ത് പുറത്ത് ചെറിയ മഴയുണ്ടായി. പിന്നെ ഈ കുട്ടികളൊന്ന് നോക്കി, നല്ലൊരു ചിരി, അത്യാവശ്യം മുടിയെല്ലാം ഉണ്ട്. ഇതാണ് എനിക്ക് കിട്ടുന്ന ത്രെഡ്. പുറത്ത് മഴയുണ്ട്. അപ്പോ പൊടി മഴയും നിന്റെ മുടിയഴകിൽ കടമൊഴിയെ കുളിർക്കാലമൊക്കെയും കാത്തു നിന്നു കാവ്യായി തുള്ളൽപ്പാട്ടും കിളിപ്പാട്ടും കൃഷ്ണപ്പാട്ടും പാടി ഞാൻ പൊടി മഴയിൽ നിന്റെ മുടിയഴകിൽ. ഇങ്ങനെ ഒരു സംഭവിച്ചു. ശരി, ആ സമയത്ത് അവിടെ ഫാനുണ്ട്. ആ ഫാനിൽ ഈ കുട്ടിയുടെ നമ്മുടെ മുടി നക്കണം. മുടി ഇങ്ങനെ പാറിക്കളിക്കുന്നു. എനിക്ക് ഒബിയസ്ലി ഇങ്ങനെ പറയുന്നു. പിന്നെ ആ കുട്ടിയോട് ചോദിച്ചിരുന്നു ഏത് ടൈപ്പ് സോപ്പ് വേണമെന്ന്. അപ്പൊ കുട്ടി പറഞ്ഞ പ്രേമകാലം വേണോ? അപ്പൊ പിന്നെ വേറെ വഴിയില്ല. കുട്ടി അടങ്ങി കളിക്കുന്നു. കുട്ടിയുടെ ചിരി കൊള്ളാം. തെന്നലേറ്റു ചിന്നിച്ചിതറി നിന്റെ കുന്തളങ്ങൾ പാലൊന്ന പുഞ്ചിരിയായി വന്നു. ഇത്രയും കിട്ടി. പിന്നെ ഇനിയിപ്പോ ഈ കുട്ടി വലിയ സംഭവം എന്ന് പറയണോ?
അതിന് എന്തെങ്കിലും ആയിട്ടൊന്ന് സംസാരിക്കണമല്ലോ. ഈ കുട്ടി നോക്കിയാൽ എന്തൊക്കെ ആയി പോണം. അപ്പൊ നീ തൊട്ടതെന്നലേറ്റാൽ നരകവും സ്വർഗമാകും, നീ കേട്ട പാട്ടു കേട്ടാൽ വേനലും ശൈത്യമാകും. കുട്ടിയുടെ പേര് പ്രിയദർശിനി. ഓക്കെ, പേര് വരണം. ഇതാണ് അല്ലെങ്കിൽ എനിക്കൊരു പാട്ട് കിട്ടുന്ന എനിക്കുണ്ടായാൽ മതി. ഇയാളെന്തായാലും ഇത് ചോദിക്കുന്ന ഉറപ്പല്ലേ. ഓക്കെ, അപ്പൊ ഈ പേര് പ്രിയദർശിനി എന്നുള്ള പേര് കൂടെ ഈ പാട്ടിലേക്ക് ഉള്ളിയാണ്. നീ തൊട്ടതെന്നലേറ്റാൽ നരകവും സ്വർഗമാകും, നീ കേട്ട പാട്ടു കേട്ടാൽ വേനലും ശൈത്യമാകും. ദർശിനി പ്രിയദർശിനി ദർശിനി ദർശിനി പ്രിയദർശിനി ദർശിനി. എന്നേ കനിയണമേ കുളിർക്കാലമൊക്കെയും കാത്തുനിന്ന് ഈ പേര് സംസാരിക്കുമ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ്സിനെ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നതിനെ പറ്റി സാറിന് പറയാനുള്ള അഭിപ്രായം. അതുപോലെ തന്നെ ഞാൻ കേട്ടറിഞ്ഞത് വെച്ചിട്ട് സാർ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതായിട്ട് അറിഞ്ഞിട്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു. എന്റെ അച്ഛൻ ഒരു പിഡബ്ല്യൂഡി എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ അച്ഛൻ എനിക്ക് ചെറുപ്പത്തിലെ പറഞ്ഞൊരു കാര്യം, ഒരു മനുഷ്യന് 2 തരത്തിലുള്ള സ്വത്ത് വേണമെന്ന് അച്ഛൻ പറഞ്ഞതാണ്. ഒന്ന്, ഇപ്പൊ നമ്മുടെ ബാങ്കിലുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ്, അതുണ്ടെങ്കിലേ നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. പ്ലസ് തട്ടിപ്പോയാൽ നമ്മൾ എന്തെങ്കിലും നല്ല നന്മയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മയെ കൊണ്ടുപോകും. അല്ലാതെ ഇപ്പൊ എനിക്ക് 3 വീടുണ്ട്, കുറെ കോടികളുണ്ടെന്ന് വെച്ചൊന്നും കാര്യമില്ല, അതൊന്നും കൊണ്ടാൻ പറ്റില്ല. അപ്പൊ ഓരോ മക്കൾ എടുക്കലുള്ളൂ. അപ്പൊ അച്ഛൻ പറഞ്ഞാൽ എന്ത് കിട്ടിയാലും നമ്മൾ അതിന്റെ പകുതി മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നാണ്. അപ്പൊ എനിക്ക് മലയാളി ദിവസം എന്നുള്ള പരിപാടി സൂര്യ ടിവിയുടെ പ്രോഗ്രാമിന്റെ ക്വാളിറ്റിയെ കുറിച്ചോ ഇതിനെക്കുറിച്ചോ ഞാൻ പറയുന്നില്ല. ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു, ഞങ്ങളുടെ സംസ്കാരം അതായിരുന്നു. അങ്ങനെ വിചാരിച്ചാൽ മതി. ആ പരിപാടിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന 26 ലക്ഷത്തിന്റെ പകുതിയോളം ഞാൻ അട്ടപ്പാടിയിൽ ഇങ്ങനെ ഗർഭിണികളായ കുറെ സ്ത്രീകൾ മരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഞാൻ കൊടുത്തു, 13 ലക്ഷം കൊടുത്തു. മനസ്സിലായി? അങ്ങനെ ഇങ്ങനെ പിന്നെ മമ്മൂക്കയുടെ പടത്തിന് അഭിനയിച്ചപ്പോൾ കിട്ടിയ പൈസ ഗോവിന്ദാപുരം കോളനി അവിടെ കൊടുത്തു. ഈ ഷെയർ ചെയ്യും. ഇങ്ങനെ ഇപ്പൊ കുറെ നമ്മുടെ സഹതാപം കൊണ്ട് വല്ല കാര്യമുണ്ട്. ഈ നാട്ടുകാർക്ക് സഹതാപം കൊണ്ട് എന്ത് കാര്യമില്ല, അവർക്ക് എന്ത് സഹായമാണ് വേണ്ടത്. അല്ലാണ്ട് എനിക്കിപ്പോ കുറെ ലൈക്ക് കിട്ടി ഷെയർ ഇട്ട് എടുത്തിട്ടാണ് ഞാനോ ഷെയർ ചെയ്യാൻ നിന്നില്ല. അത് വായിച്ച് എന്റെ കമ്പ്യൂട്ടർ ഞാൻ ഓഫാക്കുകയാണ്. കാരണം ഭയങ്കര വിഷമം. ഞാൻ അപ്പൊ ഒരു ബസ് പിടിച്ച് പോവാ. അയാൾ രാവിലെ വാതിൽ തുറക്കുമ്പോഴുണ്ട് സന്തോഷപ്പെട്ടിട്ട് ഞാൻ പണ്ഡിറ്റാണ്. ഇന്നലെ എന്റെ ഫേസ്ബുക്കിലേക്ക് ഒരു മെസ്സേജ് കിട്ടുന്നത്. കാരണം എന്റെ അമ്മ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഏരിയയിൽ മുഴുവൻ ഇരുട്ടാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ കാണാം? അമ്മ പറയുന്നത് ഒന്നുകിൽ നമുക്ക് പറയാം ആ ഇരുട്ടുണ്ടാക്കിയ ഏതെങ്കിലും മനുഷ്യനുണ്ടോ അവനെ കുറ്റം പറയാം, ഇവൻ കാരണമാണ് ഇവിടെ ഇരുട്ടുണ്ടായത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അയ്യോ ഇരുട്ടാണ് ഞാൻ ആ വഴിക്ക് പോകുന്നേ ഇല്ല. അമ്മ പറയുന്നത് രണ്ടുമല്ല വേണം. ആ ഇരുട്ടിൽ ഒരു മെഴുകുതിരി പോയി കത്തിക്കുക. മെഴുകുതിരി കൊണ്ട് മൊത്തം വെളിച്ചമൊന്നും വരുമെന്നില്ല, പക്ഷെ കുറച്ച് ഭാഗത്ത് വെളിച്ചം വരും, അതെങ്കിലും അറിയും. അന്ധകാരത്തെ പേടിച്ചു കൊള്ളുകയല്ല വേണ്ടത്, അന്ധകാരത്തിൽ ഒരു വിളക്ക് കത്തിക്കുകയാണ് വേണ്ടത്. അതുപോലെ ഈ നാട്ടിലെ മുഴുവൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ അംബാനിന്റെ മോനൊന്നല്ല. അപ്പൊ എനിക്ക് എന്റെ പരിമിതികളുണ്ട്, പക്ഷെ ആ പരിമിതികളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു. അല്ലാതെ വെറുതെ ഒരു സഹതാപം കൊണ്ട് എന്താണ് ഉത്തരം എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഈ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ ചാരിറ്റി കാര്യങ്ങൾ ചെയ്തു. തുടർന്നും എന്റെ മുന്നിൽ ഇതേപോലെ നിങ്ങൾക്കും എന്തെങ്കിലും അത് എവിടെയുള്ള കാര്യമായാലും എന്റെ ഫേസ്ബുക്കിലേക്ക് മെസ്സേജിലേക്ക് വിട്ടുകൂടാ. ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ കഴിവിനനുസരിച്ച് 41 മിമിക്രി കലാകാരന്മാരും സന്ദർശിക്കുന്നതായിട്ടുള്ള ഒരു സംവാദം ഞാൻ കണ്ടിരുന്നു. അതിൽ ഞാൻ പേരെടുത്ത് ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കലാകാരൻ ശരിക്കും സന്തോഷേട്ടനെ വളഞ്ഞിട്ട് ആഗ്രഹിക്കുന്നത് കണ്ടപ്പം ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നി. കാര്യം അത് ഒരു വാല്യൂ ഇല്ലാത്ത കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവരെന്തൊക്കെയാണെന്ന് വരുത്തിക്കൂട്ടാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നതിനിടയ്ക്ക് സന്തോഷേട്ടൻ തന്നെ പ്രതികരിക്കുന്ന ഒരു രീതി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് ഒരു പരിപാടിക്ക് പോകുമ്പോൾ 60,000 രൂപ കിട്ടും. മിമിക്രിക്കാർക്ക് 40 രൂപയുടെ ചോറ് കിട്ടും. ഇതാണ് ഞാനും നിങ്ങൾ കണ്ട എല്ലാ പരിപാടിയുടെ ഡെഫിനിഷൻ ഇതാണ്. സന്തോഷപ്പെട്ടിട്ടുള്ള 60,000, ഇവർക്ക് 40 രൂപയുടെ ചോറ് കിട്ടും. ശരി. അപ്പോ പരിപാടിയുടെ റേറ്റിങ്ങിന് വേണ്ടി അവിടെ ഈ സ്ത്രീകളുടേതായാലും ആരായാലും അവർ പറയുന്നത് നിങ്ങൾ എങ്ങനെയും പ്രകോപിപ്പിക്കണം.
ഈ ഏലൂർ ജോബിലായാലും അവിടെ ഇവിടെ കിടക്കുന്ന കുറെ ആളുകളാണ്. ഇവരൊക്കെ തന്നെ ഒരു 35 വർഷമാണ് ഫീൽഡിൽ നിന്ന് ഇപ്പോൾ പട്ടപൂജ്യമായി ജീവിക്കുന്ന വ്യക്തിയാണ്. പട്ടപൂജ്യം എന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പൊ അന്നും ആ പരിപാടിക്കിടയിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹീത മിമിക്രിക്കാർ ചിലതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം വായ കൊണ്ട് ചെണ്ട കൊട്ടി. അപ്പൊ അടുത്തിരിക്കുന്നവർ എന്നോട് പറയും, സന്തോഷ് സാർ ഇവൻ 4ാം ക്ലാസ് തുടങ്ങിയതായി വായ കൊണ്ട് ചെണ്ട കൊട്ട. ഈ 35 കൊല്ലമായിട്ട് വായ കൊണ്ട് ചെണ്ട കൊട്ടതല്ലാതെ നമുക്കറിയാം. പിന്നെ വേറൊരാൾ ഒരു മഹാനായ ഒരു നടനെ ഭംഗിയായിട്ട് അനുകരിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ കഴിച്ചപ്പോ ശ്രീകണ്ഠക്കാർക്ക് ഒരു എനർജി അദ്ദേഹത്തിന്റെ മറ്റേ സിനിമയുടെ ഡയലോഗ് പറയാം. അപ്പൊ ഇയാളോ ഒന്നും വിചാരിക്കരുത്, എനിക്ക് പറ്റൂല. ഞാൻ എല്ലായ്പ്പോഴും ഈ നടനെ അനുകരിക്കാനല്ല, ഈ പെർട്ടിക്കുലർ ഡയലോഗ് ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു. വേറെ ഡയലോഗ് അറിയില്ല എന്ന് ചിന്തിക്കണം. പിന്നെ വേറെ ഒരു മിമിക്രി കലാകാരൻ ചെയ്തത് ഒരു പാട്ട് നന്നായിട്ടൊക്കെ പാടിയിട്ടോ എല്ലാം കേടിച്ചു. അപ്പൊ എന്റെ അടുത്തേക്ക് പറയാ, സാർ 1986 ചിന്നത്തമ്പി ഇറങ്ങി അന്ന് തുടങ്ങിയതാ ഈ മനുഷ്യൻ ഇതേ പാട്ട് എല്ലായിടത്തും പാടും. അപ്പം പറഞ്ഞേ അങ്ങനെയൊന്നല്ല. അപ്പോൾ ഉടനെ ശരി ഇത് തെളിയിക്കാം, നിങ്ങൾ ഏതെങ്കിലും പുതിയ പാട്ട് പാടും ഒന്നും പറയാൻ അറിയില്ല. നോക്കണം ഇല്ല. അതേസമയം സന്തോഷ് പണ്ഡിറ്റ് എന്ന മനുഷ്യൻ എന്താണ് ചെയ്തത്? ഒന്നാമത് ഞാൻ ആരെയും അനുകരിച്ചില്ല, ഞാൻ എന്റേതായ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത് എന്താ, നിങ്ങൾക്ക് എന്റെ ഏതൊക്കെ പ്രോഗ്രാം നോക്കിയാൽ പല സിറ്റുവേഷനിലും ഒരു പെൺകുട്ടിയെ വെക്കുന്നു, എന്നെ ടെസ്റ്റ് ചെയ്യുന്ന രീതി നോക്കും. ഈ പെൺകുട്ടിയെ വെച്ച് പാട്ട് എഴുതും, ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ടും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ അവിടെ എഴുതി ഒപ്പിക്കുന്നു. ഓരോന്നും ഞാൻ ഡിഫറെന്റ് ആയിട്ടാണ് ചിന്തിക്കും. അപ്പൊ തന്നെ ഞാൻ നിങ്ങളെന്താ പറഞ്ഞത്, സൂര്യന്റെ മുകളിലും സൂര്യന്റെ താഴെ എന്തിനെ കുറിച്ചും ചോദിക്കാൻ പറഞ്ഞു. അറ്റ്ലീസ്റ്റ് അത് പറയാനുള്ള ഒരു കോൺഫിഡൻസ് എങ്കിലും എനിക്കുണ്ട്. അല്ലാതെ ജീവിതകാലം മുഴുവൻ ഒരു പാട്ട് പാടി ഹിറ്റായി ജീവിതകാലം മുഴുവൻ ആ പാട്ട് ജീവിതകാലം മുഴുവൻ ഒരു നടൻ അനുകരിക്കുന്നു. മനസ്സിലായില്ലേ? തോട് ജനിച്ച് നടന്നാൽ ആരേട്ടനാവും, അത് ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ആ പുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയാവും, കോട്ടും കൂളിംഗ് ഗ്ലാസ് ഇട്ടാൽ സന്തോഷ് പണ്ഡിറ്റ് ആവും. ഈ ഒരു തിയറിയിലല്ല സന്തോഷ് പണ്ഡിറ്റ് പോകുന്നത്. ഇത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ളവർക്ക് ഉയരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവർ 35 വർഷമായിട്ട് പട്ടപൂജ്യമായത്. പിന്നെ അതിനിടയിൽ അവരുടെ ചില സംശയങ്ങളാണ്. നിങ്ങളുടെ സിനിമയിൽ നിങ്ങൾ എന്തിനാണ് മിസ്റ്റർ 8 പെൺകുട്ടികളൊക്കെ വെക്കുന്നത്? അവരുടെ പല ഇതിലും അവർ പറയുന്നത് ഞങ്ങൾക്ക് പെൺകുട്ടികളെ കിട്ടാൻ ഞങ്ങൾ ആണിനെ പെണ്ണാക്കരുത് നോക്കിക്കറിയാം പലതും വരുന്നത്. ഞാൻ പറഞ്ഞ സന്തോഷ് പണ്ഡിറ്റിന്റെ സ്വഭാവം തന്നെ നിൽക്കും. എങ്ങനെ ചിന്തിക്കാൻ? കാരണം സന്തോഷ് പണ്ഡിറ്റിന് ഇഷ്ടമായ പെൺകുട്ടികളെ കിട്ടുന്നു. 35 വർഷമായി അഹങ്കരിച്ച് നടക്കുന്നവൻ ആണിനെ പെണ്ണാക്കിയാണ് സ്കിറ്റ് ചെയ്യുന്നത്. അത് എന്നെ കളിയാക്കേണ്ട കാര്യമാണോ? ഇതുകൊണ്ടാണ് ഒരു പെണ്ണും ആ വഴിക്ക് പോകാത്തത്. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ ഡബിൾ മീനിങ് ഉള്ള വേർഡ്സ് ആണ് ഈ പെൺകുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അവർക്ക് ഇഷ്ടമല്ല. ഇതൊക്കെയാണ് അത് സന്തോഷ് പണ്ഡിറ്റിന്റെ ഏത് സിനിമയിലെ ഡബിൾ മീനിങ് ആലോചിക്കും. ഇതിനെ എന്നോട് ദേഷ്യം തോന്നിച്ചു ഞാൻ എന്താണ് ഞാൻ ഏതെങ്കിലും പെണ്ണിനോട് പറഞ്ഞു ഇവരൊന്നും പരിപാടി പോകണ്ട. അപ്പൊ നിങ്ങൾക്ക് ആ പറ്റില്ലേ? ഞാൻ പറഞ്ഞിരുന്നു. അതേപോലെ നമ്മൾ നേരത്തെ ചാരിറ്റിയുടെ കേസ് ആ പരിപാടി കണ്ടവർക്ക് മനസ്സിലാവും. അവിടെ ഒരുത്തം പറയാ വലത്ത് കൈ കൊണ്ട് ചെയ്യുന്ന ഇടത്ത് കൈ കൊണ്ട് അറിയേണ്ടതാണ്. അത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ആങ്കർ പറഞ്ഞാണ് ഇയാൾ ഇങ്ങനെ കുറെ ചാരിറ്റി ഒക്കെ ചെയ്യുന്നു. അപ്പൊ ഒരുത്തം പറയാണ് വലത്ത് കൈ ചെയ്യുന്ന ഇടത്ത് കൈ ചെയ്യേണ്ടതാണ്. ഈ സന്തോഷ് പണ്ഡിറ്റ് എന്തെങ്കിലും ചെയ്ത് അത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടും, ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന്. ഇയാളിപ്പോ 8 കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, ഇയാൾ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പോകുന്നത്? ഞാൻ പറഞ്ഞു, അതായത് ഒരു കോളനിയിൽ ഞാൻ പോയപ്പോ 84 കുട്ടികളെ പഠിപ്പിക്കുന്ന ലിസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇപ്പൊ അതിനുമാത്രം ഞാൻ വലിയ ഓഡിഷനൊന്നല്ല. ഞാൻ ഉള്ള കയ്യിലെ പൈസ വെച്ചിട്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ടോ. എന്നിട്ട് ഞാനും ചേച്ചേക്ക പറഞ്ഞത് ശരിയാണ്, ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു, ഇനിയും കുട്ടികളുണ്ട്, നാട്ടിലുള്ളവർക്ക് സഹായിക്കാമെന്ന്. അപ്പൊ ചില ആളുകൾ എന്നെ വിളിച്ചു, സന്തോഷ് സാറേ ഞങ്ങൾ വേണമെങ്കിൽ ഇവിടെ സഹായിക്കാം. ഒരു 8-10 കുട്ടികളെ ഇപ്പൊ ആളുകൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. ചിന്തിക്കണം, അക്കാര്യം നടന്നിട്ടില്ല. അതേപോലെ അഴുത്തോച്ചാണ് നിലനിൽക്കുന്ന ഒരു സ്ഥലം. അവിടെ പോയി കാര്യങ്ങൾ പഠിച്ചു, ഈ വിഷയം ജനങ്ങളിലേക്ക് ഇട്ടു, നല്ല ചർച്ച വന്നു. ഇന്ന് അവിടെ അയിത്തമില്ല. ഇനി തിരിച്ചിട്ടു, ഞാൻ ഈ അഴുത്തോച്ചാടുന്ന സ്ഥലത്ത് രാത്രി 12 മണിക്ക് തലയിൽ മുണ്ടെടുത്തു പോകണോ? ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ടോന്ന് പഠിക്കാൻ? അത് ജനങ്ങൾ അറിയിക്കും. അല്ലാണ്ട് അവൻ പറഞ്ഞോളാം വലത്തൊക്കെ കൊണ്ട് ചെയ്യുന്ന ഇടത്തൊക്കെ അറിയുന്ന പറയുന്നതിൽ അവിടെ അപ്ലിക്കബിൾ ആണോ? ചിന്തിക്കൂ. അതേപോലെ ഞാൻ 8 കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ബാക്കി ഇത്രയും 76ഓളം കുട്ടികളെ പെൻഡിങ് ആയിരുന്നു. 76 കുട്ടികൾക്ക് ലൈഫിൽ കിട്ടിയില്ല. 8-9 കുട്ടികളെ ഇനിയിപ്പോൾ അവർ വേറെ ആരെയും പഠിപ്പിക്കുന്നത് എനിക്കല്ല, അങ്ങനെയാണല്ലോ. 8-9 കുട്ടികളെ എങ്കിലും വേറെ ആളുകൾ ആ പഠിപ്പിക്കുന്നത് ജസ്റ്റ് ബിക്കോസ് ഞാൻ ആ പോസ്റ്റ് ഇട്ടുണ്ടോ അല്ലേ? ശരി. പിന്നെ വേറെ ഒരുത്തൻ ചോദിക്കുകയാണ്, ഇയാളെ 1 മാസത്തെ അരിയും കറിയും കൊടുത്തിരുന്നു,
ലോൺ എന്ത് കിട്ടാനാണ്? ഞാൻ പറയട്ടെ, 1 കിലോ അരി വാങ്ങി കട്ടു എന്ന് പറഞ്ഞിട്ട് ആ മധു എന്ന് പറഞ്ഞ ആ പയ്യനെ ആളുകൾ അടിച്ചു കൊണ്ടു എങ്കിൽ 1 മാസത്തെ ഭക്ഷണം കൊടുക്കാൻ അത് അത്ര ചെറിയ കാര്യമൊന്നുമില്ല. ശരിയാണ്, 650 ഫാമിലിക്ക് ഒരു മാസത്തെ ഭക്ഷണം കൊടുത്ത് എന്ത് കിട്ടാനാണോ ചോദിക്കുന്നത്. ഈ പറയുന്ന ഏതെങ്കിലും ഒരെണ്ണം ഏതെങ്കിലും ഒരാൾക്ക് 40 രൂപയുടെ ചോറ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? അവനോരൊന്നും ചെയ്യുന്നവരെ ഇങ്ങനെ ആക്കേണ്ട ആവശ്യമുണ്ട്. മാത്രമല്ല ഇത് സർവോപരി ഞാൻ എവിടെയാണെന്ന് വിളിച്ചു കൂടി നടക്കുന്നത്. എപ്പോഴും നിങ്ങൾ ചോദിച്ചോന്നല്ലേ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വിളിച്ചു കൂടി പറഞ്ഞു. സന്തോഷേട്ടൻ ഇപ്പം ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്ന ഈ പുതുതലമുറയോട് സന്തോഷേട്ടൻ എന്താണ് പറയാനുള്ളതെന്ന് എനിക്ക് പറഞ്ഞുകൊള്ളാം. അല്ലാണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുന്നു, നാട്ടുകാരെ മുഴുവൻ മോനെ ഭയങ്കര സംഭവം നിങ്ങൾ നശിച്ചു എന്നാണ് അർത്ഥം. നിങ്ങളൊരു കാര്യം ചെയ്യുന്നു, കുറെ പേര് നന്നായിട്ട് കുറെ പേര് പറയണം അതിൽ ഇന്നലെ കുറ്റുണ്ട്. എവിടെ എന്താണ് വേണ്ടത്? വിമർശനങ്ങൾ വേണം. അല്ലാതെ എല്ലാം ഇപ്പൊ വെറും നമ്മുടെ നാട്ടിൽ വെറും ഭരണപക്ഷമാണെങ്കിൽ കാര്യമുണ്ടോ? ഭരണപക്ഷം വേണം, വിവരമുള്ള ഒരു പ്രതിപക്ഷം വേണം. ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പോഴാണ് ഭരണപക്ഷം ഒന്നും കൂടെ അയ്യോ നമ്മളെന്തെങ്കിലും തെറ്റിക്കാവൻ. അല്ല, പ്രതിപക്ഷം എന്നത് വളരെ ദുർബലാണെങ്കിൽ അത്ര നന്നാവില്ല ഭരണം. അങ്ങനെ എപ്പോഴും വേണം. പക്ഷെ എന്ത് വേണം? വിമർശനങ്ങൾ ഉണ്ടാവണം. വിമർശനങ്ങൾ എന്താണ്? കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്താണ്? ഒരാൾ നന്നാവണം എന്ന രീതിയിൽ വിമർശിക്കുന്നത് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്താ? ഒരാൾ എങ്ങനെയും നശിക്കണമെന്നില്ല. എനിക്ക് കിട്ടിയത് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ഇവരെങ്ങനെയും ഒതുക്കണം. ആ ചെയ്യും, നമുക്ക് വെള്ളം കിട്ടുന്നില്ല, ഇവരെ കിട്ടുന്നു, ഞങ്ങൾക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല, ഇവർ ചെയ്യും. ഇതൊക്കെ ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആണ്. അതേപോലെ ഞാൻ പറയുന്നു, ഒരു ഭരണപക്ഷം പ്രതിപക്ഷമാണെങ്കിൽ ഒരു ഭരണപക്ഷം ചെയ്യുന്ന മുഴുവൻ എതിർക്കലല്ല പ്രതിപക്ഷം. ഭരണപക്ഷം ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതാണ് ശക്തമായി എതിർക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ അല്ലാതെ ഭരണപക്ഷം ചെയ്ത് മുഴുവൻ എതിർക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. കാരണം ഞങ്ങൾ ചെയ്തില്ല, അത് ശരി, ഓൻ അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ഒരു ചിന്ത അതല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് വേണമെന്ന്. അങ്ങനെ കുറെ പേര് വേണം. കുറെ വില്ലന്മാരുണ്ടെങ്കിലല്ലേ നായകനെ കൈയ്യടി കിട്ടും. ചിന്തിക്കും. അതുകൊണ്ട് വില്ലന്മാർ വന്നില്ലേ, നിങ്ങൾ വിഷമിച്ചില്ലോ എന്ന് ചോദിച്ചാൽ നായകൻ എന്ത് ഉത്തരം പറയും? ആ ഉത്തരമാണ്.